തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഭാഗ്യവചനധാര ശ്രോതാക്കൾക്ക് യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. ദൈവകരം കുറുകിപ്പോയിട്ടില്ല. പ്രിയ സഹോദരങ്ങളെ, ആർക്കും വിടുവിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് അത്ഭുതകരമായി നമ്മെ വിടുവിക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 65:24 ഇപ്രകാരം പറയുന്നു: വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാൻ അത് കേൾക്കും. സങ്കീർത്തനം 34:6 ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു. സംഖ്യാപുസ്തകം 11:1 മുതലുള്ള തിരുവചനങ്ങളിൽ ഇസ്രായേൽ ജനം കർത്താവിനെതിരായി പിറുപിറുക്കുന്നത് കേട്ടപ്പോൾ കർത്താവിന്റെ കോപം ജ്വലിച്ചു. അവിടുത്തെ അഗ്നി അവരുടെ ഇടയിൽ പടർന്നു കത്തി. അപ്പോൾ ജനം മോശയോട് നിലവിളിച്ചു. മോശ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും അഗ്നി ശമിക്കുകയും ചെയ്തു. വീണ്ടും ജനം മാംസത്തിന് വേണ്ടി സങ്കടം പറച്ചിൽ തുടങ്ങി. ഈജിപ്തിൽ നിന്ന് പോന്നത് ബുദ്ധിമോശമായി പോയി എന്ന് അവർ പറയുമ്പോൾ മോശ കർത്താവിനോട് പറയുന്നു: എന്നോടൊത്ത് 6,00,000 യോദ്ധാക്കൾ തന്നെയുണ്ട്. എന്നിട്ടും അങ്ങ് പറയുന്നു 1 മാസത്തേക്ക് അവർക്ക് ഭക്ഷിക്കാൻ മാംസം നൽകാമെന്ന്. ആടുകളെയും കാളകളെയും അവർക്ക് മതിയാവോളം അറക്കുമോ? അവർക്ക് തൃപ്തിയാവോളം കടലിലെ മത്സ്യത്തെ ഒരുമിച്ച് കൂട്ടുമോ? എന്നാൽ എന്തും ചെയ്യാൻ ശക്തിയുള്ള ദൈവം, ഒന്നും അസാധ്യമല്ലാത്ത ദൈവം, ചെങ്കടലിനെ 2ആയി വിഭജിച്ച് ഇസ്രായേൽ ജനത്തെ അതിന് മധ്യത്തിലൂടെ നയിച്ച ആ ദൈവം മോശയോട് ചോദിക്കുകയാണ്: എന്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ? എന്റെ വാക്ക് നിറവേറുമോ എന്ന് നീ കാണും. പ്രിയ സഹോദരങ്ങളെ, ഇന്നും നമുക്ക് എന്തെങ്കിലും അസാധ്യമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്: ഇതുവരെയും നടത്തിയ ദൈവം ഇനിയും നമ്മെ നടത്തുകയില്ലേ? ഇനിയും നമുക്ക് വേണ്ടി കരുതുവാൻ ദൈവത്തിന് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? വീണ്ടും 31-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുകയാണ്. പെട്ടെന്ന് ഒരു കാറ്റയച്ചു. ആ കാറ്റ് കാടുപക്ഷികളെ കൊണ്ടുവന്നു. കൂടാരത്തിന് ചുറ്റും മൂടിക്കിടക്കത്തക്ക വിധം, ഇസ്രായേൽ ജനത്തിന് സുഭിക്ഷമായി ഭക്ഷിക്കത്തക്ക വിധം അത് സമൃദ്ധമായി ഉണ്ടായി. സ്നേഹമുള്ള സഹോദരങ്ങളെ, അതേ ദൈവം നമുക്ക് വേണ്ടി, നമ്മുടെ അസാധ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ നമ്മുടെ ദൈവത്തിന്റെ കരം ഇന്നും കുറുകിപ്പോയിട്ടില്ല. വിശുദ്ധ മത്തായി സുവിശേഷം 19:26 മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ എല്ലാം സാധ്യമാക്കുന്ന ദൈവകരങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് ചേർത്ത് വെക്കാം. അതെല്ലാം ദൈവം അനുഗ്രഹമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.